ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ക്ലയൻറ്റ് സെർവർ സിസ്റ്റം. സോ നമ്മളുടെ ഈ ഒരു ക്ലയൻറ്റ് സെർവർ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ക്ലയൻറ്റിനും സെർവറിനും നമ്മളുടെ മിഡിൽ വെയറും ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു പ്രോപ്പർ ഫൗണ്ടേഷൻ ഇവിടെ വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ക്ലയൻറ്റ് സെർവർ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോഴത്തേനുമുള്ള സം ഓഫ് ദ മെയിൻ പ്രിൻസിപ്പിൾസ് ദാറ്റ് വി നീഡ് ടു keep in mind is the hardware independence, software independence, open access service and open access to service, process distribution and standards. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിവരെ ഒന്ന് നോക്കാം. ഹാർഡ്വെയർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു ക്ലയൻറ്റ് സെർവർ മിഡിൽ വെയർ ഈ 3 പേരുടെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ 3 പേരുടെയും പ്രോസസ്സസ് ഇറ്റ് മസ്റ്റ് റൺ ഓൺ മൾട്ടിപ്പിൾ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ് വിത്തൗട്ട് എനി ഡിഫറൻസസ്. അതായത് ഇത് ഹാർഡ്വെയർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഹാർഡ്വെയർ ഇൻഡിപെൻഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ സോഫ്റ്റ്വെയറിൽ ഡിപ്പെൻഡൻ്റ് ആവരുത്. നമ്മളുടെ ക്ലയൻറ്റും സെർവറും മിഡിൽ വെയറും ഒക്കെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസിനെയും മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഓടൂ, റൺ ചെയ്യൂ എന്നുള്ളൊരു രീതിയിൽ നിൽക്കാനായിട്ട് പാടില്ല. സോ ദേ മസ്റ്റ് ബി ഹാവിങ് സോഫ്റ്റ്വെയർ ഇൻഡിപെൻഡൻസ്. The third one is open access to service. Open access to service എന്ന് പറയുമ്പോഴത്തേനും എല്ലാ സർവീസസും ഈസിലി ആക്സസിബിൾ ആയിരിക്കണം ടു ദി യൂസേഴ്സ്. ഒരു രീതിക്കുള്ള റെസ്ട്രിക്ഷൻസും പാടില്ല. ഇത് ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻ്റ് ആണ്. അതായത് ക്ലയൻറ്റിൻ്റെ ഡിമാൻഡിനെ പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ആർക്ക്? നമ്മുടെ സെർവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ വെയർ വരുന്നതായിക്കോട്ടെ. സോ ഓൺ ഡിമാൻഡിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ തേർഡ് സെക്ഷൻ, അതായത് ഓപ്പൺ ആക്സസ് ടു സർവീസ് ബേസ്ഡ് ഓൺ വാട്ട് മൈ യൂസർ വാണ്ട്സ്. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലയൻറ്റ് സെർവർ മോഡലിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. The fourth one is the process distribution. So process distribution എന്ന് പറയുമ്പോഴത്തേനും if we are looking into the client and server, നമ്മൾ നേരത്തെ നോക്കിയിരുന്നു ക്ലയൻറ്റും സെർവർ എന്ന് പറയുന്നത് ഓട്ടോണമസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചായിരുന്നു അല്ലേ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും ക്ലയൻറ്റിൻ്റെ സൈഡിലത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെർവറിൻ്റെ സൈഡിലത്തെ ആയിക്കോട്ടെ ഫങ്ഷനാലിറ്റീസിന് അതിന് പക്ക ബൗണ്ടറീസ് ഉണ്ടായിരിക്കും, പക്ക ഡിഫൈൻഡ് ആയിരിക്കും. റൈറ്റ്? അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മോഡുലാരിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതായത് സിസ്റ്റത്തിന് ആവശ്യമായിട്ട് മോഡ്യൂൾസ് ആയിട്ട് ക്ലയൻറ്റും സെർവറും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു എന്നുണ്ടെങ്കിൽ അവരെ ഇൻഡിവിജ്വലി എടുത്ത് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ റിസോഴ്സസ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസ് ബോത്ത് ക്ലയൻറ്റ് ആൻഡ് സെർവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. റൈറ്റ്? അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അസൈൻ ചെയ്ത ഫങ്ഷനാലിറ്റീനെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ബോത്ത് ഇൻ കേസ് ഓഫ് സെർവർ ആൻഡ് ക്ലയൻറ്റ് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോസസ് ഡിസ്ട്രിബ്യൂഷനകത്ത് പറയുന്നത്. പ്രോസസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്തിനാണ്? ഫ്ലെക്സിബിലിറ്റി, മോഡുലാരിറ്റി, സ്കെയിലബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഇവിടെ നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷനാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. എഗെയിൻ interoperability, integration request of the client and server, it must be processed seamlessly. അതായത് ഒരു സിസ്റ്റം ഫോം ചെയ്യാനായിട്ട് ഇവരുടെ ബോത്ത് ക്ലയൻറ്റ് ആൻഡ് സെർവർ പ്രോസസ്സസ് മസ്റ്റ് ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ക്ലയൻറ്റിന് ഒരു റിക്വസ്റ്റിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിക്കുള്ള ഡിലേ അടിക്കത്തില്ല. മാക്സിമം ട്രാൻസ്പെറൻസി അവിടെ പ്രൊവൈഡ് ചെയ്യും. Now the fifth one is the standards. Standards again നമ്മൾ പഠിച്ചിരുന്നു. They are a set of principles അല്ലേ, ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നിൽക്കുമ്പോഴത്തേനും നമ്മൾ ആ സ്റ്റാൻഡേർഡിനെ അവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോമിറ്റിയാണ് എല്ലായിടത്തും ഉണ്ടാവുന്നത്. നമ്മൾക്ക് ഡേറ്റയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇപ്പം യൂസർ എന്താണ് കാണുന്നത് എന്നുൾപ്പെടെ എല്ലാം പ്രോപ്പറായിട്ടും ഓർഡർലി ആയിട്ടും മാനേജ് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷേ എഗെയിൻ നമ്മൾ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് നമുക്കില്ല. നമ്മളുടെ ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് എൻ്റെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിൽ നിന്നും ഏത് സ്റ്റാൻഡേർഡാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി നമുക്ക് യൂസ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഫോർ ഡേറ്റ ആക്സസ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാക്കറ്റ് എക്സ്ചേഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് മൈ പ്രോട്ടോകോൾസ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് ലൈക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എനിക്ക് യൂസ് ചെയ്യാം ഇൻ ദ നെറ്റ്വർക്ക് ലെവൽ. അപ്പം നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ആയിട്ട് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാം. ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് നമുക്കിവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സോ വൈ ആർ വി ഡൂയിങ് ദിസ്? ബിക്കോസ് നമ്മളുടെ ക്ലയൻറ്റ് സെർവറിൻ്റെ ഫങ്ഷനാലിറ്റി പ്രോപ്പറായിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രമേ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നുള്ള ഒരു പിൻ പോയിൻറ്റിങ് അവിടെ ചെയ്യാത്തത്. ബിക്കോസ് ദ സിസ്റ്റം ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ക്ലയൻറ്റ് ആയിക്കോട്ടെ, സെർവർ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ മിഡിൽ വെയർ ആയിക്കോട്ടെ, നമ്മൾ ഇത്രയും സ്റ്റാൻഡേർഡ്സിൽ ഇത്രയും പ്രിൻസിപ്പിൾസ് എന്തിനാണ് പറയുന്നത്? അവരുടെ അവർക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷനാലിറ്റി പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ടും കൂടെ ആണ്. ആൻഡ് ദീസ് തിങ്സ് ഷുഡൻറ്റ് ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഐദർ. It should be independent of the network protocols used.